പാവപ്പെട്ട കുടുംബങ്ങളിലെ ഇത്തരം പെൺകുട്ടികളുടെ ജീവിതത്തിനുമേൽ തീരുമാനമെടുക്കേണ്ടത് മറ്റുള്ളവരാണോ? ഇങ്ങനെ വിവാഹക്കെണിയിൽപ്പെട്ട് അനാഥരാകുന്ന പെൺകുട്ടികളുടെ ഭാവി ആരാണ് സംരക്ഷിക്കുക? ബേപ്പൂരിലെ പുത്തൻ വീട്ടിൽ മായിന്റെ മകൾ സൈനബയ്ക്ക് സ്വന്തം ജീവിതത്തിനുമേൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുവരെ. 6 വർഷം മുമ്പ് ബാപ്പ മരിച്ചപ്പോൾ 6 പെൺമക്കളും ഇളയ 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് ആശ്രയമില്ലാതായി. ഈ അവസരം നോക്കിയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ റൗബത്തുൽ ഉലൂം അറബിക് കോളേജിൽ അധ്യാപകനായ സുഹൈർ ചുങ്കത്തറ എന്നയാൾ ഈ കുടുംബത്തെ സമീപിക്കുന്നത്. നാട്ടിൽ മൗലവിയായും വേഷമിട്ട് നടക്കുന്ന ഇയാൾക്ക് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപക ജോലി മാത്രമല്ല ഉള്ളത്. 2003-2004 ഉപ്പ മരിച്ചത്. ആ ഉപ്പ മരിച്ച പിറ്റേന്ന് സുഹൈർ ചുങ്കത്തറയും അദ്ദേഹത്തിന്റെ 4ാം ഭാര്യയും വന്നിട്ടാണ് ഞങ്ങളെ കാണാൻ വന്നത്. അപ്പം പറഞ്ഞു ഇങ്ങനെ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അവർ പറഞ്ഞ് പിന്നെ നിലമ്പൂർ ചുങ്കത്തറ അറബി കോളേജിൽ ഇങ്ങനെ അറബി വിഷയമായിട്ട് പഠിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയത്. ഇനി ഒരു ജ്യേഷ്ഠത്തിന്. അപ്പോൾ ജ്യേഷ്ഠത്തി അവിടെ കുറച്ച് നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നൊരു വർഷം കഴിഞ്ഞപ്പം ആദ്യമായിട്ടൊരു അറബിനാണ് പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ 3 വർഷത്തെ കോഴ്സാണുള്ളത് അറബിക്ക്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ അറബിനെ കാണിക്കാൻ കൊണ്ടുവന്നതിൽ കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു. ഒരു 50 വയസ്സുണ്ടാവും. ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ അലാവുദ്ദീനെ കാണിക്കാൻ വേണ്ടി പിന്നെ സുഹൈർ മൗലവിന്റെ ഫാറൂഖ് കോളേജിലാണ് സുഹൈർ മൗലവി നിൽക്കുന്നത്. 4ാം ഭാര്യന്റെ അടുത്ത് 4ാം ഭാര്യന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ വന്ന് അവിടെ ഡോക്ടർ അലാവുദ്ദീൻ ഉണ്ടായിരുന്നു. കണ്ട് ഇഷ്ടമായി. പിന്നെ അപ്പോൾ മൗലവിയും അതിന്റെ ഭാര്യയും പറഞ്ഞു പിന്നെ സ്വന്തമായിട്ട് വീടെടുത്ത് തരും, പിന്നെ അതുപോലെ ഗൾഫിൽ കൊണ്ടുപോകും, കുടുംബം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞങ്ങൾ അധികം കഴിവില്ലാത്തൊരു സമ്മതിച്ച. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിനെന്ന് വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കുന്ന ഈ സമ്പ്രദായം പരിഷ്കൃത ലോകത്തിന് അമ്പരപ്പുണ്ടാക്കിയേക്കും. ഇവിടെ ഇത് സാധാരണ കാര്യമാണ്. പക്ഷേ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്നു മാത്രം. സൈനബയെ വിവാഹം ചെയ്തയാളുടെ യഥാർത്ഥ പേര് ഷെയ്ഖ് അലാവുദ്ദീൻ എന്നാണെന്ന് അയാളുടെ അച്ചടിച്ച കാർഡിൽ നിന്ന് മനസ്സിലാവുന്നു. ഏതോ യുനാനി ബിരുദമാണെന്ന് തോന്നുന്നു അയാൾക്ക് ഡോക്ടർ എന്ന വിശേഷണം നൽകുന്നത്. ഡോക്ടർക്ക് ചൈനയിൽ നിന്നാണെന്ന് പറയുന്ന ATCM എന്ന ബിരുദവും ഉണ്ട്. സൈനബ അയാൾക്കയച്ച കത്തിലെ മേൽവിലാസം തഞ്ചാവൂരിലെ ഏതോ തെരുവിന്റേതാണ്. കേരള നജ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആ രജിസ്റ്റർ പ്രകാരം അലാവുദ്ദീൻ ഡോക്ടറുടെ വീട്ടുപേര് കളത്തിങ്ങൽ എന്നാണ്. തമിഴ്നാട്ടിൽ ഇത്തരം വീട്ടുപേരുണ്ടോ എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാ. പൂർണ്ണ വിലാസമായി കൊടുത്തിരിക്കുന്നത് കല്യാണപുരം, തഞ്ചാവൂർ, തമിഴ്നാട് എന്ന് മാത്രവും. വിവാഹം നടത്തിക്കൊടുത്ത സ്ഥാപനം വരനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ശ്രമവും നടത്തിയതായി കാണുന്നില്ല. അയാളുടെ തൊഴിലായി എഴുതിയിരിക്കുന്നത് വിദേശം എന്നാണ്. ഒപ്പും സത്യമല്ല. RVM അറബിക് കോളേജ് അധ്യാപകനായ സുഹൈർ ചുങ്കത്തറയാണ് വിവാഹം നടത്തിക്കൊടുത്ത ഖത്തീബ്. വിവാഹത്തിന് ശേഷം എന്തു സംഭവിച്ചാലും താൻ കൂടെയുണ്ടാവും എന്ന് വിശ്വസിപ്പിച്ച് അയാൾ പെൺകുട്ടിക്കും ഭർത്താവിനും ആദ്യ രാത്രിയും ഏർപ്പാട് ചെയ്തു. അതും 2 ദിവസം മാത്രം. മൗലവിയുടെ 4ാം ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം. മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പം വളർന്നു വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ മറവിൽ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കാതെ അതിനപ്പുറം വിവാഹമാണ്. അത് ആരായാലും 2ാം കെട്ടിനും 4ാം കെട്ടിനും തയ്യാറായി നിന്നുകൊണ്ട് 2-3 ദിവസത്തേക്ക് വേണ്ടി വിവാഹം നടത്തിക്കൊണ്ട് പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് പകരം വിവാഹചന്തയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്നിപ്പം വന്ന ഈ കഥയിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ നമുക്കൊരു വിവാഹം എന്ന രീതിയിൽ കാണാൻ പറ്റൂല. ശരിക്കും ഇതൊരു വിവാഹത്തിന്റെ പേരിൽ ഒരു ലൈസൻസ് നൽകുക, പെൺവാണിഭത്തിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആദ്യ രാത്രികൾ കഴിഞ്ഞുപോയ അലാവുദ്ദീൻ പിന്നെ വന്നത് 1 വർഷത്തിനു ശേഷം. അതും 2 ദിവസത്തേക്ക് മാത്രം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ വീണ്ടും അറബിക് കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുഹൈർ മൗലവിയുടെ ശ്രമം. നിലമ്പൂരിലെ ചുങ്കത്തറയിലുള്ള ഈ സ്ഥാപനത്തിൽ സൈനബയെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ നിരവധി പെൺകുട്ടികളുണ്ട്. അവരിൽ പലരും സൈനബയെ പോലെ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവരുമാണ്. സുഹൈർ മൗലവിയും പിന്നെ ഇത് 4ാം ഭാര്യ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ടാ കൊണ്ടുപോകുന്നതും പറയും. പിന്നെ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട് എന്നാ പറയും. പിന്നെ
സൈനബയുടെ ഭർത്താവ് അലാവുദ്ദീൻ അവസാനമായി വന്നത് 2 വർഷം മുമ്പാണ്. അന്ന് ഒരു ദിവസം മാത്രം താമസിച്ചു. ഇനി നിന്നെ വേണ്ടെന്ന് പറഞ്ഞാണ് അയാൾ പോയത്. മൗലവി നിർബന്ധിച്ചിട്ടാണ് താൻ കല്യാണം കഴിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ മൗലവി ചുമതലകളെല്ലാം കൈയൊഴിയുകയായിരുന്നു. അത് ഒരു കണ്ടപ്പോൾ അവരിതാ പറഞ്ഞത്, ഇഷ്ടമിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഒഴിവാക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് കത്തിൽ കൂടെ ആണെങ്കിൽ, അതായത് അങ്ങോട്ട് നടത്താൻ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഫോണിൽ കൂടെ അല്ലല്ലോ ഞങ്ങൾ വിവാഹം കഴിഞ്ഞത്, അപ്പൊ നേരിട്ടിട്ട് എല്ലാവരും. അപ്പൊ അവർക്ക് അത് സമ്മതമല്ല, അവരിങ്ങോട്ട് വരൂല എന്നല്ല, അവര് നാട്ടിലേക്ക്. ഫോണിലൂടെയോ കത്തിലൂടെയോ മൊഴി ചൊല്ലുക എന്ത് എളുപ്പമാണ്. ഭർത്താവ് അലാവുദ്ദീൻ കുറെ കൂടി എളുപ്പമുള്ള വേറൊരു വഴി കണ്ടെത്തി. അയാൾ തൊലാക്ക് ചൊല്ലാൻ മൗലവിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷയിൽ കത്തയച്ചു. ഈ കത്തിൽ അലാവുദ്ദീന്റെ ഒപ്പ് കാണുക. നദ്വത്തുൽ മുജാഹിദീൻ സംഘടന നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഒപ്പും കാണുക. ഇതിൽ ഏതാണ് വ്യാജം? ഇതിന് മറുപടി പറയേണ്ടത് മൗലവി സുഹൈർ ചുങ്കത്തറ കൂടിയാണ്. ഈ സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന മതനേതാവ്, അയാൾ മതനേതാവ് എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ഒരു അവസ്ഥ കണ്ട സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് മതനേതാവ് എന്ന് പറയാൻ പറ്റില്ല. അയാളൊരു ദുഷ്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റുക. കാരണം അത്തരത്തിൽ ഇത്ര പാവപ്പെട്ട പെൺകുട്ടി, നിങ്ങൾ കണ്ടില്ല അവരെ കരച്ചില്ലേ? ഈ സങ്കടമൊക്കെ ആരാ കാണാ? അപ്പൊ അതിനെല്ലാം എന്താ പറയാ? അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് അയാൾ എന്താ പറയാ? അയാൾ മതനേതാവ്? ഇതാണോ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്? അത് പോരാതെ ഒരു നിക്കാഹ്, അയാൾ അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ നിക്കാഹ് ചെയ്തിട്ട് സുഹൈർ ചുങ്കത്തറ ഡൈവോഴ്സ് ചെയ്ത് കൊടുക്കാൻ ഒരു കത്ത്, വിവാഹമോചനം നടത്തി കൊടുക്കാൻ. ഒരാളെ വിവാഹം ചെയ്യാൻ മറ്റൊരാളെ വിവാഹമോചനം നടത്താം, എന്നിട്ട് വേറൊരാളെ വിവാഹം കഴിക്കാൻ. ഇതൊക്കെ ഏത് ലോകം? ഇതിനേക്കാൾ തന്നെ പെൺവാണിഭം എന്ന് പറയുന്നത് പെൺവാണിഭത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ അത്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ഗവൺമെന്റും സ്വീകരിക്കണം. അതുപോലെ തന്നെ കുറ്റവാളികളായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. അതാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങൾ ഇയാളുടെ അടുത്ത് പോയി, ഈ മൗലിന്റെ അടുത്ത് പോയി എന്തെങ്കിലും തീരുമാനമാവും ഞാൻ ജ്യേഷ്ഠത്തിന് പോയത്. പക്ഷെ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, അലാവുദ്ദീൻ ഇഷ്ടമില്ല, പിന്നെ എന്തിനാണ് ഒഴിവാക്കി തരാന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ജ്യേഷ്ഠത്തിന് ഇപ്പൊ നഷ്ടപരിഹാരം കിട്ട സ്ത്രീധനൊന്നും വാങ്ങിക്കാതല്ലേ കല്യാണം വെച്ച്, പിന്നെ എന്ത് തരാനോ. ഭർത്താവിൽ നിന്ന് മൗലവി സുഹൈർ ധാരാളം പണവും സാധനങ്ങളും വാങ്ങിയതായി സൈനബ ആരോപിക്കുന്നു. മൗലവിയുടെ 4ാമത്തെ ഭാര്യയുടെ ഭീഷണിയാകട്ടെ അലാവുദ്ദീനെ 4ാമതും കെട്ടിക്കും എന്നാണ്. അതെന്റെ ഭർത്താവിന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഇയാള് സൗദിയിൽ പോകുമ്പോ എപ്പോഴും ഇവരെടുത്ത് ചെന്നിട്ട് കാശ് വാങ്ങിക്കും, എല്ലാ സാധനങ്ങളും. ഗൾഫിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഇയാൾക്കാണ് ഓരോ സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഗൾഫിൽ നിന്ന്. ഇപ്പോൾ സൈനബയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അവൾക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആളിൽ എന്തെങ്കിലും അവകാശമുണ്ടോ? അവളുടെ ജീവിതം ഈ വഴിക്ക് തിരിച്ചുവിട്ടവർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവുമോ? ഇപ്പൊ ഇവരെ രണ്ടാളും പിടിക്കണം, അതായത് അലാവുദ്ദീന് സുഹൃത്തുക്കളെ പിടിച്ചിട്ട്. അതുപോലെ എന്റെ അനുഭവം ഇനി ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാവാൻ പാടില്ല. അയാൾ പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം ഇയാൾ ഇനി ഒരുപാട് നടത്തി അയാളെ. പിന്നെ എന്തെങ്ങനെ ചെയ്താൽ അയാളെ പറയാൻ നിന്റെ മാത്രം കല്യാണം അല്ല, 1000 കല്യാണം വരെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്, അതിന് നിന്റെ മാത്രം ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ പുറത്തിറങ്ങി ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചാൽ അറിയാം എത്ര ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതുപോലെ നടത്താൻ പാടില്ല ലോകത്ത്. ഏതായാലും സൈനബ ഇപ്പോൾ തന്റെ ജീവിതത്തിനുമേൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തന്നെ വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്നും സൈനബ പോലീസ് മേധാവികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പൂച്ചകൾക്ക് ആര് മണികെട്ടാനാണ്? സ്ത്രീയുടെ ശരീരം അവർക്ക് 2 ദിവസത്തേക്ക് കാഴ്ച വെച്ചിട്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല. അതിന്റെ പേര് പെൺവാണിഭം തന്നെയാണ്. വിവാഹത്തിന്റെ മറവിൽ നടക്കുന്ന പെൺവാണിഭം തന്നെ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും ഏത് മത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നാലും കടുത്ത ശിക്ഷ നൽകേണ്ടത് തന്നെ. അത് എത്ര വരെ പോയാലും അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇത്തരത്തിൽ അനാഥരായ പെൺകുട്ടികളെ വീണ്ടും സംരക്ഷണം തേടിയെത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ അത്